ഇന്ന് തന്നെ ഡൗൺലോഡ് ചെയ്യൂ. കാണൂ നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ്. ഇറ്റ്സ് എ ഗ്രേറ്റ് ന്യൂസ് മുത്തശ്ശി. ഞാൻ എപ്പോ വന്നു ചോദിച്ചാ പോരെ? ഞാൻ ഇറങ്ങാൻ പോവാ. അതെ, അയാൾക്കൊരു സർപ്രൈസ് ഗിഫ്റ്റ് വാങ്ങിച്ച് ഞാൻ അവിടെ എത്തിയിരിക്കും. രാധികയെ കാണാനെന്ന് പറഞ്ഞാലേ നീ തുള്ളിച്ചാടി വരുമെന്ന് എനിക്കറിയാം. സത്യം പറഞ്ഞ നീയും വരണോ ഒന്നിക്കാത്തതിന്റെ കാരണേ രാധികയല്ല, നിന്റെ മുത്തശ്ശിയ. അവസരങ്ങൾ മുഴുവൻ ഉണ്ടാക്കി കൊടുക്കുന്നത് അവരാ. നീ ഒന്ന് കരുതിയിരുന്നോ പ്രിയങ്ക? ഞാൻ തനിച്ചല്ലല്ലോ, നിങ്ങളൊക്കെ എന്റെ കൂടെ ഉണ്ടല്ലോ. എനിക്ക് ധൈര്യമുണ്ട്. എഴുതി, നാളെ മോളുടെ ബർത്ത്ഡേ. ഈ തിക്കിലും തിരക്കിലും ഞാനതങ്ങ് വിട്ടുപോയി. എനിക്ക് മറക്കാൻ പറ്റില്ലല്ലോ. മോളുടെ ബർത്ത്ഡേ നമുക്ക് ആഘോഷിക്കണം. അത് മ്യൂസിക് സ്കൂളിൽ തന്നെ ആവാം അല്ലേ എടുത്തി? മോളെ കണ്ടെത്തിയതിനു ശേഷമുള്ള ആദ്യത്തെ ബർത്ത്ഡേ. ശ്യാമയും മോള് ഒന്നിച്ചു നിന്ന് ആഘോഷിക്കണം എന്റെ ആഗ്രഹം. പക്ഷേ എല്ലാം തുറന്നു പറഞ്ഞിട്ട് അത് നടക്കില്ലല്ലോ. ശരിയാ, നാളെ മോളോട് നേരത്തെ സ്കൂളിൽ വരാൻ പറയണം. അവള് വരുമ്പോ സ്വീകരണം ഏർപ്പാട് ചെയ്യണം. അവൾക്കത് വലിയൊരു സർപ്രൈസ് ആയിരിക്കണം. പിന്നെ സദ്യ, കുഞ്ഞുങ്ങൾക്കുള്ള സമ്മാനങ്ങൾ, അങ്ങനെ എല്ലാം വേണം. അതൊക്കെ ഞാൻ അറേഞ്ച് ചെയ്തോളാം, ശ്യാമ പേടിക്കണ്ട. ഇത്രയും ദിവസം മോളുടെ ബർത്ത്ഡേ ആയിരിക്കുമ്പോ ഞാൻ ഏതെങ്കിലും ക്ഷേത്രത്തിലായിരിക്കും. സങ്കടം കൊണ്ട് മുഖം നേർത്ത് ആരെയും നോക്കാൻ പോലും കരുത്തില്ലാതെ കരഞ്ഞു. പക്ഷേ ഇപ്പൊ അങ്ങനെയല്ല, അവൾ എന്റെ കൂടെയുണ്ട്. എനിക്ക് എന്റെ മോളുടെ സന്തോഷം കാണണം. പക്ഷെ ശ്യാമ, ഒരു പ്രശ്നമുണ്ടല്ലോ. എന്താ അടുത്തേ? വേറൊന്നുമില്ല, അവളുടെ ബർത്ത്ഡേ നമ്മളോട് പറഞ്ഞിട്ടില്ല. നമ്മളെങ്ങനെ അറിഞ്ഞെന്ന് ചോദ്യം വരില്ലേ? അങ്ങനെ ചോദിക്കില്ല. അവൾ അനാഥയെന്നല്ല അവള് വിശ്വസിക്കുന്നേ. അപ്പൊ പിന്നെ ജനിച്ച ദിവസത്തെ കുറിച്ച് വലിയ അറിവൊന്നും ഉണ്ടാവില്ലല്ലോ. പിന്നെ എന്തെങ്കിലും ചോദിച്ചാ നമ്മള് ഒരു ദിവസം തിരഞ്ഞെടുത്ത് ആഘോഷിക്കുന്നു എന്ന് പറയാം. അതുപോലെ മതി. അടുത്ത വർഷമെങ്കിലും അവൾ എന്റെ മകളായിട്ടും ഞാൻ ശ്യാമയായിട്ടും ഈ ആഘോഷം നടക്കണം. അതൊക്കെ നടക്കും. അതിനുള്ള എല്ലാ സാഹചര്യങ്ങളും ഐശ്വര്യം ഉണ്ടാക്കി തരുന്നുണ്ടല്ലോ. അമ്മയും മോള് എത്രയും പെട്ടെന്ന് ഒരുമിക്കട്ടെ. ഹലോ അച്ഛാ. എന്താ മോളെ, ഇന്നത്തെ ദിവസം അച്ഛനൊരു വിളി പ്രതീക്ഷിച്ചിരുന്നു. നാളെ മോളിങ് എത്തില്ലേ? അതിന് നാളത്തെ ദിവസത്തിന് എന്താ പ്രത്യേകത? ഒരു പ്രത്യേകതയില്ലേ? സാധാരണ എല്ലാ വർഷവും ഈ ദിവസം അച്ഛൻ എന്റെ കുട്ടിയെ അടുത്ത് പിടിച്ചിരുത്താറുണ്ട്. എന്നിട്ട് എന്തെങ്കിലും ആഗ്രഹമുണ്ടോ എന്റെ കുട്ടിക്ക് എന്ന് ചോദിക്കും. സോറി അച്ഛാ, നാളെ എന്റെ ബർത്ത്ഡേ അല്ലേ. ജന്മദിനാണോ എന്ന് അറിഞ്ഞൂടാ. അച്ഛന്റെ കയ്യിൽ നിന്നെ കിട്ടിയ ദിവസം, അതല്ലേ ജന്മദിനായിട്ട് ആഘോഷിക്കുന്നത്. ഞാൻ പരാതി ഒന്നും പറയുന്നില്ല. കണിമംഗലത്തെ കാര്യങ്ങളും മ്യൂസിക് സ്കൂളിലെ കാര്യങ്ങളൊക്കെ ആയിട്ട് എന്റെ മോള് തിരക്കില്ലല്ലേ. ഒരു കാര്യം ചെയ്യേ, നാളെ രാവിലെ തന്നെ പ്രിയങ്കയും വരുണിനെയും കൂട്ടി ഇങ്ങോട്ട് പോരൂ. അച്ഛൻ വേണ്ടതെല്ലാം ഇവിടെ ഒരുക്കി വെച്ചോളാം. അച്ഛാ, വരണിവിടെ ഇല്ല. ഏട്ടത്തിയുടെയും ഏട്ടന്റെയും ഒപ്പം എസ്റ്റേറ്റിൽ പോയിരിക്കാം. അതിലെന്താ, ഞാൻ അയാളെ വിളിക്കാം. അയാൾ പറഞ്ഞെത്തില്ലേ? വേണ്ട, വരുണിനെ അച്ഛൻ വിളിക്കണ്ട. എന്റെ പിറന്നാളാണെന്നൊക്കെ പറഞ്ഞു വിളിച്ചാ പിന്നെ അവിടെ വലിയ വലിയ കാര്യങ്ങളൊക്കെ ഉള്ളതല്ലേ. അച്ഛൻ വരുണിനെ വിളിക്കരുത് കേട്ടോ. എന്റെ കുട്ടിയോടൊരു വാക്ക് പറഞ്ഞിട്ട് ഞാൻ പിന്നെ വേറെ എന്തെങ്കിലും ചെയ്യോ? ഞാൻ വിളിക്കുന്നില്ല. അപ്പൊ എല്ലാ തവണത്തെ പോലെ ഞാൻ ചോദിക്കുക,
എന്താ എന്റെ പിറന്നാൾ കുട്ടിക്ക് വേണ്ടത്? അച്ഛൻ്റെ അമ്മയുടെ സ്നേഹം അല്ലാതെ വേറൊന്നും ഞാൻ ചോദിച്ചിട്ടില്ലല്ലോ. ഇത്തവണ അത് തന്നെ മതി. 100,000 ആഗ്രഹങ്ങൾ പറയുന്ന പെൺകുട്ടികളുള്ളിടത്ത് ഒരു കാര്യത്തിനും ബുദ്ധിമുട്ടിക്കില്ല എന്ന് പറയുന്ന ഒരു കുട്ടി, ഇത് കുറച്ച് കഷ്ടമാ മോളെ. രാധികമോളുടെ ബർത്ത്ഡേക്ക് ഇവിടെ ഉണ്ടാവേണ്ടത് വരുണ. അറിയുമ്പോ അവന് സന്തോഷാവും. ഇപ്പൊ തന്നെ വിളിച്ചു പറയാം. ഹലോ മുത്തശ്ശി. എടാ, നീ ഇപ്പൊ അവിടുന്ന് പുറപ്പെട്ടില്ലല്ലോ. എത്ര നേരം കൊണ്ട് ഇവിടെ എത്താൻ പറ്റും? എന്താ മുത്തശ്ശി, അവിടെ എന്തെങ്കിലും പ്രശ്നമുണ്ടോ? ചോദിച്ചതിന് ആദ്യം മറുപടി പറ. എത്ര നേരത്തിനുള്ളിൽ വരാൻ പറ്റും? അത് ഇവിടുന്ന് അങ്ങോട്ട് എത്താൻ ചവിട്ടി പിടിക്കുകയാണെങ്കിൽ ഒരു 3-3.5 മണിക്കൂർ വേണം. എന്നാലേ നീ ഇങ്ങ് പോരെ. എന്താ ഇത്ര പെട്ടെന്ന്? എടാ, നാളെ ഞാൻ അറിയുന്നൊരു കുട്ടിയുടെ ബർത്ത്ഡേയാ. അപ്പോ അവൾക്കൊരു സമ്മാനം വാങ്ങണം. അവളെ ഒന്ന് കാണണം. നീ കൂടെ ഉണ്ടായാൽ നല്ലതാണെന്ന് എനിക്ക് തോന്നി. മുത്തശ്ശിക്ക് വേറെ ജോലിയൊന്നുമില്ലേ? ആരുടെ ബർത്ത്ഡേ ആഘോഷിക്കാൻ വേണ്ടി ഞാൻ അവിടം വരെ വരാൻ പോവില്ലേ? ആ, നീ വരുന്നില്ലെങ്കിൽ വേണ്ട. അതൊരു പാവം പെങ്കൊച്ച. ജീവിതത്തിൽ അങ്ങനെ വലിയ സന്തോഷങ്ങളൊന്നും ഉണ്ടായിട്ടില്ല. അതുകൊണ്ട് പറഞ്ഞൂന്നേ ഉള്ളൂ. അതെ, ഏതെങ്കിലും രീതിയിൽ എന്തെങ്കിലും സഹായം വേണമെങ്കിൽ നമുക്ക് ചെയ്യാം. അത് മുത്തശ്ശി ഓഫർ ചെയ്തോ? ഓ, നീ വരുന്നില്ലെങ്കിൽ പിന്നെ സഹായമൊന്നും വേണ്ട. ഞാൻ ആ കൊച്ചിനോട് പറഞ്ഞേക്കാം. ആ കൊച്ചിന്റെ പേരെന്താന്ന് അറിയോ നിനക്ക്? അതിന്റെ പേരറിഞ്ഞിട്ട് എനിക്കിപ്പോ എന്തിനാ? എന്നാലും നീ ഒന്ന് അറിയണം. രാധികയെന്നാ പെൺകുട്ടിയുടെ പേര്. അമ്പലത്തില് പൂജയൊക്കെ നടത്തുന്ന ദേവനാരായണൻ തിരുമേനിയുടെ മോള. മുത്തശ്ശി, എന്റെ രാധികയുടെ കാര്യമാണ് പറയുന്നേ? പിന്നെ അല്ലാതെ. അവളുടെ ബർത്ത്ഡേ നാളെയാണെന്ന് ഞാൻ ഇപ്പോഴാടാ അറിയുന്നേ. ഇറ്റ്സ് എ ഗ്രേറ്റ് ന്യൂസ് മുത്തശ്ശി. ഞാൻ എപ്പ വന്നു ചോദിച്ചാ പോരെ? ഞാൻ ഇറങ്ങാൻ പോവാ. അതെ, അയാൾക്കൊരു സർപ്രൈസ് ഗിഫ്റ്റ് വാങ്ങിച്ച് ഞാൻ അവിടെ എത്തിയിരിക്കും. രാധികയെ കാണാനെന്ന് പറഞ്ഞാലേ നീ തുള്ളിച്ചാടി വരുമെന്ന് എനിക്കറിയാം.